വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ. ഒരു മോട്ടിവേറ്റീവ് പേഴ്സണെ കുറിച്ച് പറയാനാണ്. യശസ്വി ജയ്സ്വാൾ. ഇന്നലെ പെർത്തില് ഇന്ത്യൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റില് പുള്ളി സെഞ്ചുറി അടിച്ചു. ഫസ്റ്റ് ഇന്നിങ്സിൽ പുള്ളി 0-ന് പുറത്തായപ്പോൾ എല്ലാവരും കളിയാക്കിയതാണ്. പക്ഷേ നെക്സ്റ്റ് ഇന്നിങ്സിൽ പുള്ളി സെഞ്ചുറി അടിച്ചു. 167 റൺസോളം അടിച്ചിട്ടാണ് പുള്ളി കൊന്നത്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാവോ? സ്വന്തം അച്ഛനും അമ്മയും. അച്ഛൻ പാനിപൂരി വിറ്റ് നടക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒപ്പം മകനായിട്ട് കൂടെ നടന്ന വ്യക്തിയാണ് യശസ്വി ജയ്സ്വാൾ. ഇന്ന് പുള്ളിയുടെ ആസ്തി എന്തെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ചിന്തിക്കാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ മനസ്സിലുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആർക്കും ഇത് കാണാം. നമ്മൾ എവിടെ എത്തണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഒരു ഇന്നിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി നമ്മുടെ ജീവിതം വിജയിക്കാൻ. സഞ്ജു സാംസൺ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പുള്ളി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. സോ എല്ലാവരും അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ എത്ര താഴെ കിടക്കുന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ ചേരിയിൽ വളരുന്നവനായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോളനികളിൽ വളർന്നവരായിരിക്കും. ഒരു മീൻ വിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മീൻ സൈക്കിളിൽ കൊണ്ടാടുന്ന വിൽക്കുന്ന ആൾക്കാരുടെ മകനായിരിക്കാം, മകളായിരിക്കാം. നിങ്ങൾ താഴത്തല്ല ഒരിക്കലും. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, പരിശ്രമിക്കാമെങ്കിൽ നിങ്ങൾ ഉയരത്തിൽ തന്നെ എത്തും. ദാറ്റ് ഈസ് ദ മോട്ടിവേഷൻ ഫോർ ടുഡേ. ഐ എം സൈനിങ് ഓഫ്.